ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർസുസു ജന്നത്ത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ എഗ്ലോണിമ പ്ലാന്റ്സ് അല്ല, കലാത്തിയ വെറൈറ്റീസ്, മറ്റ് ലീഫി പ്ലാന്റുകൾ, അതായത് എലോക്കേഷ്യ, സ്കിസ്മെറ്റോഗ്ലോട്ടിസ്, ആന്തൂറിയം വെറൈറ്റീസ്, സിങ്കോണിയം, അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് പ്ലാന്റ്സുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് അതിൻ്റെ പിക്കും റേറ്റും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന കലാത്തിയാസിൽ കലാത്തിയൻ്റെ കോംബോ ഉണ്ട്. അതായത് 11 വെറൈറ്റി പ്ലാന്റ്സിന് 850 നിങ്ങൾക്ക് ലഭിക്കും. അത് ഇതിലുള്ള പ്ലാന്റ്സുകൾ ആയിരിക്കണം എന്നില്ല, ഏതെങ്കിലും പ്ലാന്റ്സുകളായിരിക്കും 11 പ്ലാന്റ്സുകൾ. ഇതിലുള്ള പ്ലാന്റ്സുകൾ കുറച്ച് അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളും പിന്നെ അത്യാവശ്യം പുതിയ വെറൈറ്റി പ്ലാന്റ്സുകളുമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉള്ള പ്ലാന്റ്സുകളാണ്, വലിയ വലിയ പ്ലാന്റ്സുകളാണ് ഇതിൽ കാണിക്കുന്നത്. കോംബോയിൽ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോംബോ വേണമെങ്കിൽ അങ്ങനെ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾ കോൾ ചെയ്യാതെ വാട്സപ്പിൽ വന്ന് ചോദിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ നമുക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കോളിനെക്കാട്ടി ഏറ്റവും ബെറ്റർ വാട്സപ്പ് ആയിരിക്കും. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കട്ടോ. കോംബോ പ്ലാന്റ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് കോംബോ വേണമെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഡോട്ടിയാണ് കേട്ടോ. ഡോട്ടി ബുഷി പോട്ടാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഡോട്ടി 3-4 ഷൂട്ടൊക്കെ ഉള്ള ബുഷി പോട്ടാണ്. 550, 500 ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ, ഷൂട്ട് അനുസരിച്ച്. അതുപോലെ ബുഷി പോട്ടിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത്. ഒരുപാട് ഷൂട്ട് ഉണ്ടാവും, വലിയ പ്ലാന്റ്സുകളായിരിക്കും, ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും. ഇത് വേറൊരു പുതിയ വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇതിലും 2-3 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിന് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഡോട്ടിൻ്റെ തന്നെ നിങ്ങൾക്കൊരു സിംഗിൾ ഷൂട്ടാണെങ്കിൽ ഇതാ 250 ലഭിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഇതും ബുഷിയായി തന്നെ നിൽക്കുന്നുണ്ട്. 1-2 ഷൂട്ട് ഉണ്ട്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ 250ൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ഈ കലാത്തിയാണ്. ഇതും ബുഷി പോട്ടാണ്. ഇതിൻ്റെ 100 റുപ്പീസ് മുതലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. വലിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇത് ബുഷി പോട്ടാണ്. ഇതിൻ്റെ 80 റുപ്പീസ് മുതലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ബാക്കിയൊക്കെ കുറച്ച് റേറ്റുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. വലിയ പ്ലാന്റ്സുകളും ഒരുപാട് ലീഫുള്ള പ്ലാന്റ്സുകളും ആയതുകൊണ്ടാണ്. റിസ്കോണ്ട് ഒരൊറ്റ പ്ലാന്റുകൾ കേട്ടോ. ബുഷി പോട്ടാണ്. ഇതൊരു മിനിയേച്ചറാണ്, അധികം ഹൈറ്റ് വെക്കൂല. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ബുഷി പോട്ടാണിത്. പിന്നെ ഇതിൻ്റെ നേരത്തെ കാണിച്ച ആ പ്ലാന്റിൻ്റെ ഒരു 200-250ൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. അതൊക്കെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ബുഷി പോട്ടാണ്. അതിൻ്റെ 250ൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു വെറൈറ്റിയാണുള്ളത്. ബുഷി പോട്ടാണ്. അതിൻ്റെ തന്നെ 200ൻ്റെ പ്ലാന്റ് ആണിത്. ഇതിനും കൂടി കുറച്ചുകൂടി വലുപ്പമുള്ള 250ൻ്റെ ഉണ്ട്. അപ്പോൾ സൈസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. പിന്നെ സിൽവർ പ്ലേറ്റ് ആണ് കേട്ടോ. സിൽവർ പ്ലേറ്റ് തുടങ്ങുന്നത് 200-250 റേറ്റിലാണ്. പിന്നെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 180 റുപ്പീസ് മുതലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഇത് വലിയ പ്ലാന്റ്സ് ആണ്. വലിയ പ്ലാന്റ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സ് ആണോ വേണ്ടിയത് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. പിന്നെ ഇത് ഒരു 250ൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു ബുഷി പോട്ടാണ്. ബുഷി പോട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം. അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. ഇത് 250ൻ്റെ. ഇതിൻ്റെ തന്നെ തൊട്ട് ചെറുത് 200ൻ്റെ ഉണ്ട്. അതുപോലെ ഇത് ഓർബിറ്റ് ഫോളിയൻ്റെ പ്ലാന്റ് ആണ്. 250ൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. പിന്നെ കലാത്തിയ വെറൈറ്റീസിൽ ഈ ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഉള്ളത്. ഇത് ബുഷി പോട്ടാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 250 ആണ്. അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണത്. ഇത്രയാണ് കലാത്തിയ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റ് ലീഫി വെറൈറ്റികൾ നോക്കട്ടോ. അതിൽ വന്നിട്ടുള്ളത് ഡ്രസ്സീനൻ്റെ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇപ്പം ഇറങ്ങിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. പിന്നെ സിൽവർ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ്. നല്ല ഭംഗിയുള്ള ലീഫിലുള്ള ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല വെയിനോട് കൂടിയ നല്ല വലിപ്പമുള്ള ലീഫുകളാണ് കേട്ടോ ഇതിനുണ്ടാവുക. സിൽവർ ക്ലൗഡ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ 200 റേറ്റിലുള്ള പ്ലാന്റ് ഉണ്ട്. 250ൻ്റെ പ്ലാന്റ് ഉണ്ട്. അത്യാവശ്യം കുറേ ലീഫുകളും വലുതൊക്കെ ആകുമ്പോൾ 250, 200 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ആന്തൂറിയം വെറൈറ്റിയാണ് കേട്ടോ. ആന്തൂറിയം ലീഫി, ആനച്ചവി എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ പല വെറൈറ്റി സ്പീഷ്യസ് ഉണ്ട്.
അതായത് മാഗ്നിഫിക് ഉണ്ട്, ക്രിസ്റ്റ്യാനിറ്റി ഉണ്ട്, സിൽവർ ബ്ലഷ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അതിൻ്റെ വലിയ പ്ലാന്റാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ തൊട്ട് മീഡിയം സൈസിൻ്റെ പ്ലാന്റാണിത്. അതിൻ്റെയും ചെറിയ പ്ലാന്റ്, ഇതൊരു സിൽവർ ബ്ലഷിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് വരുന്നത് 550 ആണ് കേട്ടോ. കാരണം ഇതൊരു പുതിയ റയർ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ്. പിന്നെ അതിൽ തന്നെ മാഗ്നിഫിക്കത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ക്രിസ്റ്റ്യാനിറ്റിൻ്റെ ഞാൻ നേരത്തെ വലിയ പ്ലാന്റ് കാണിച്ചില്ലേ, അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പുതിയ വെറൈറ്റിക്ക് കുറച്ച് റേറ്റ് ഉണ്ട്, അല്ലാത്തതിനൊക്കെ 350, 450 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് സൈസ് അനുസരിച്ച്. പിന്നെ അലോക്കേഷ്യ വെറൈറ്റിയിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അലോക്കേഷ്യയിൽ. അതുപോലെ കൊളംബിയൻ്റെ പ്ലാന്റ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് കേട്ടോ കൊളംബിയ. ഇതിൻ്റെ തന്നെ സീഡ്ലിങ്സ് ഉണ്ട് കേട്ടോ. സീഡ്ലിങ്സ് നന്ന ചെറുതല്ല, അത്യാവശ്യം ഒരു ജെഫി ബാഗിൽ വന്നിട്ടുള്ള 180ൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് മാമീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മാമി. അതുപോലെ ഫൈഡർക്കിൻ്റെ പ്ലാന്റ് ആണിത്. ഇങ്ങനത്തെ പ്ലാന്റൊക്കെ കൂടുതലൊന്നും നമ്മുടെ അടുത്തില്ല കേട്ടോ. 1, 2, 3 പീസുകളൊക്കെ ഉള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് സ്മെറ്റോ ഗ്ലോട്ടിസിൽ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. കണ്ടില്ലേ, ലീഫ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സിങ്കോണിയം വെറൈറ്റീസ് ആണ്. സിങ്കോണിയത്തിൽ ഇതൊക്കെയാണ് ഉള്ളത്. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഓരോന്നിനും ഓരോ ഐഡിയ ഉണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പം ചില കസ്റ്റമേഴ്സൊക്കെ സിങ്കോണിയം ചോദിക്കാറുണ്ട്. അപ്പോൾ അവൈലബിൾ ആയ സിങ്കോണിയം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് സിങ്കോണിയം ആൽബോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് സിങ്കോണിയം ആൽബോ എന്ന് പറയുന്നത്. ഗ്രീനും വൈറ്റും കലർന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനൊക്കെ ചെറിയ റേറ്റുകൾ കേട്ടോ, 80, 70 അങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതും സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, പിങ്കിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റ് പ്ലാന്റ്സുകൾ അഗ്ലോണിമ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് എപ്പീഷ്യ അങ്ങനെ പല വെറൈറ്റി പ്ലാന്റ്സുകളും ഉണ്ട്. അതിലേതെങ്കിലും ഫേണുകൾ അല്ലെങ്കിൽ ബോൺസായികളുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഒന്നും വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പിന്നെ ഒന്നെങ്കിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റും പിക്കും അവൈലബിൾ ആയുള്ള സ്റ്റോക്കുകളൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗ് നോക്കിയിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണുള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളത് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.